ഹലോ ഗായ്സ്, എല്ലാരും കാണുന്നില്ല. ചെറിയ എന്റെ പൊന്നു പാർത്തിച്ചി ഇവിടെ ഒരു വ്ളോഗിങ് നടക്കുവാണ്. എല്ലാ കൂട്ടത്തിലും ഉണ്ടാവും, ഫോണിൽ പെട്ടെടുക്കുന്നവരാണ്. അപ്പൊ ഇന്ന് നമ്മുടെ പരിപാടി നമുക്ക് റെഡി ആവണം. അപ്പൊ ഇപ്പൊ മേക്കപ്പ് ആർട്ടിസ്റ്റ് ഒന്ന് ഓഫ് ചെയ്യും. മേക്കപ്പ് ആർട്ടിസ്റ്റ് വന്നിട്ടുണ്ട്. ചിറ്റനെ റെഡി ആക്കുവാണ്. അപ്പൊ നമുക്ക് അത് ആദ്യം കാണാൻ പോകണം. അത് കഴിഞ്ഞിട്ട് വേണം നമുക്ക് റെഡി ആവാൻ. നമുക്ക് റെഡി ആവാം. സോ ലെറ്റ്സ് ഗോ. ഓൺ ദ വേ ആണ് നമ്മള്. ഓൺ ദ വേ എന്ന് പറയുമ്പോൾ നമ്മൾ ഒരുപാട് ഒരിടത്തും പോകുന്നില്ല. മരത്തിന്റെ അപ്പുറത്ത് കാണുന്നത് ഞങ്ങൾ അവിടെ എത്തിയപ്പോൾ മേക്കപ്പ് ആർട്ടിസ്റ്റൊക്കെ അവരെ ഡ്രസ്സ് ചെയ്യിപ്പിക്കലും മേക്കപ്പ് ചെയ്യിപ്പിക്കലും പരിപാടിയിലായിരുന്നു. അപ്പോൾ ഞങ്ങളൊരു മുറി കയറി ഇരുന്നിട്ട് ഡിസ്കസ് ചെയ്യാണ് ഓരോ കാര്യങ്ങളൊക്കെ. അങ്ങനെ കഴിച്ച് ഞങ്ങൾ റെഡി ആവാൻ തുടങ്ങിയിട്ടുണ്ട്. വീഡിയോ എന്തായിരുന്നു ഇത്രയും ഒരു ഗ്യാപ്പിൽ എടുക്കാത്തത് എന്ന് പറഞ്ഞാൽ അവിടുത്തെ തിരക്കും, പിന്നെ ഞങ്ങൾക്ക് എല്ലാവർക്കും കുളിക്കണമല്ലോ, അങ്ങനെ കുറേ പരിപാടികളുമൊക്കെ ആയിട്ടാണ് വീഡിയോ ആ ഒരു ഭാഗത്ത് എടുക്കാതിരുന്നത്. സോ ഞങ്ങൾ ബേസിക് സ്കിൻ കെയർ വെച്ച് റെഡി ആവാൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഞാനും പല്ലു മാച്ചിങ്, ചേച്ചിയും പാറു മാച്ചിങ് ആയിട്ടൊക്കെയാണ് ഡ്രസ്സ് എടുത്തേക്കുന്നത്. സോ ഞങ്ങൾ റെഡി ആവാൻ തുടങ്ങിയിട്ടുണ്ട്. സൺസ്ക്രീൻ മസ്റ്റ് ആണ്. ഞാൻ സൺസ്ക്രീൻ ഇടട്ടെ. ഞാൻ ഡോക്കിന്റെ ആണ് ഗൈസ്. ഇതേതാ? അങ്ങനെ ഗൈസ് ഞങ്ങളെല്ലാവരും റെഡിയായി കഴിഞ്ഞിട്ടുണ്ട്. അപ്പോഴേക്കും ഇവിടെ ആൾക്കാരൊക്കെ വന്നിട്ടുണ്ട്. അപ്പം ഞങ്ങളെല്ലാവരുമായിട്ട് സംസാരിച്ചും എല്ലാം ഇരിക്കുവാണ്. ഞങ്ങളിപ്പോൾ എല്ലാവരും ഒരുമിച്ചാണ് സംസാരിച്ചും റെഡി ആവുന്നത്. അപ്പം തന്നെ വീട് ഓൾമോസ്റ്റ് നിറഞ്ഞു, ആൾക്കാരായിട്ട് എല്ലാവരും വന്ന് അറിഞ്ഞു. അപ്പം തന്നെ ഞങ്ങൾ കസിൻസ് എല്ലാവരും മുകളിൽ പോയി ഡാൻസ് പ്രാക്ടീസ് ചെയ്യാനുള്ളതായി. ഞങ്ങളൊരു ഡാൻസ് കളിക്കുന്നുണ്ട് ഗൈസ്. ഞാൻ, പാറു, പല്ലവി, പൊന്നും കൂടി ഒരു ഡാൻസ് ഉണ്ട്. അപ്പോൾ അതൊക്കെ പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടി ഞങ്ങൾ ഹോൾ ഗ്യാങ് മുകളിൽ വന്നു. ഞങ്ങൾ 4 പേര് കളിക്കുന്നുണ്ടെങ്കിൽ ഞങ്ങൾ റിബമ ഗ്യാങ് മൊത്തത്തിൽ മുകളിൽ വന്നു. ഈ റിബമ എന്ന് പറയുന്നത് ഞങ്ങൾ കസിൻസിന് എല്ലാവർക്കും കൂടി ഇട്ടൊരു പേരാട്ടോ. അപ്പോൾ ഞങ്ങളെല്ലാവരും മുകളിൽ ഇരുന്ന് അടിച്ചു പൊളിക്കുമായിരുന്നു. ഡാൻസ് പ്രാക്ടീസിലായിരുന്നു. നമ്മളിപ്പോൾ എല്ലാം കഴിഞ്ഞ് വന്നു. അപ്പോൾ ഗൈസ് ഞങ്ങളെല്ലാം റെഡിയായി പോകാൻ നേരത്ത് ഫോട്ടോസ് എല്ലാം എടുത്ത് ഞങ്ങൾ ഇറങ്ങി ഗൈസ്. നടന്നു പോകാനുള്ള ദൂരമുള്ള ഓഡിറ്റോറിയത്തിലോട്ട്. പക്ഷേ ഭയങ്കര വെയിലായിരുന്നു ഗൈസ്, ഒടുക്കത്തെ വെയിലായിരുന്നു. ഞങ്ങൾ പാർച്ചേച്ചിയുടെ ഷോളിൻ്റെ അടിയിൽ കൂടെ ഒക്കെ ഇങ്ങനെ പമ്മിയൊക്കെയാണ് ഓഡിറ്റോറിയത്തിൽ പോയിരുന്നത്. അങ്ങനെ ഗൈസ് നമ്മൾ ഓഡിറ്റോറിയത്തിലെത്തി. അങ്ങനെ ഓഡിറ്റോറിയത്തിലെത്തുമ്പോഴേ അവിടെ നമ്മുടെ ബ്രൈഡ് അവിടെ ഇരിപ്പുണ്ട് ഗൈസ്. നമ്മുടെ വരദച്ചിറ്റ അവിടെ ആ ഒരു സൈഡിൽ ഇരിപ്പുണ്ട്. അപ്പോൾ വരദച്ചിറ്റൊക്കെ എത്തിയായിരുന്നു. പിന്നെ നമ്മുടെ ഗ്രൂം എത്തി. ഈ യെല്ലോ ഷർട്ട് ആക്ച്വലി ഞങ്ങളുടെ ബ്രൈഡിൻ്റെ അനിയനാണ്, വരദച്ചിറ്റയുടെ അനിയനാണ്. ആൻഡ് ഗ്രൂം എത്തി. ആൻഡ് അടിപൊളിയായിട്ട് ഞങ്ങൾ അവിടെ എത്തി ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തു. ഞങ്ങളൊക്കെ ഒന്ന് സെറ്റായിരുന്നു, റെഡിയായി നിന്നപ്പോഴേക്കും ഗൈസ് നമ്മുടെ മോതിരമാറ്റം ചടങ്ങ് അവിടെ നടക്കുവാണ് ഗൈസ്. ഒരുപാട് ഇമോഷൻസ് മൈൻഡിൽ കൂടെ പോയി. സന്തോഷമാണോ സങ്കടമാണോ എല്ലാം മനസ്സിൽ കൂടെ പോയിട്ട് ഇങ്ങനെ ഭയങ്കര ഒരു ഇതിലായിരുന്നു ഞങ്ങളവിടെ നിന്നേ. ആൻഡ് ഫോട്ടോ സെഷൻസ് ആയ സമയത്ത് ഞാനും പാറും ഒക്കെ അവിടെ നിന്ന് ചുമ്മാ ഡാൻസൊക്കെ കളിച്ചിരിക്കുമായിരുന്നു. അങ്ങനെ ചുമ്മാ കളിച്ച് ഞങ്ങളുടെ മെയിൻ ഡാൻസിലോട്ട് ഞങ്ങൾ എത്തിയായിരുന്നു കേട്ടോ. ഞങ്ങൾ 4 പേര് ചേർന്നിട്ടുള്ള ഡാൻസ് കളിക്കാൻ തുടങ്ങി. ഞങ്ങൾക്ക് സീരിയസ്ലി ഞങ്ങൾ കളിച്ച ഡാൻസ് മൊത്തത്തിൽ നിങ്ങളെ കാണിക്കണമെന്നുണ്ട്. പക്ഷേ ഗൈസ് പാട്ട് കേട്ടാൽ കോപ്പിറൈറ്റ് ഇഷ്യൂ വരും ഗൈസ്. അതുകൊണ്ട് മാത്രമാണ് കാണിക്കാത്തത്. സത്യം പറഞ്ഞാൽ ഞങ്ങൾക്ക് ഞങ്ങളുടെ ഹോൾ കാണിക്കണമെന്നുണ്ട്. അതുകൊണ്ടാണ് ഞങ്ങൾ മ്യൂട്ട് ചെയ്തിട്ട് സ്പീഡ് ചെയ്ത് കുറച്ച് ക്ലിപ്സ് മാത്രമായിട്ട് കാണിക്കുന്നത്. എപ്പോഴേലും കോപ്പിറൈറ്റിൻ്റെ ഇതൊക്കെ സെറ്റ് ആകുമ്പോൾ നമ്മളൊരു നമ്മുടെ ഈ ഡാൻസ് കാണിക്കുന്നതായിരിക്കും കേട്ടോ. അങ്ങനെ ഗൈസ് ഡാൻസ് എല്ലാം കളിച്ച് ക്ഷീണിച്ചതായിപ്പിക്കും. ഉച്ച സമയമായതുകൊണ്ട് ഫുഡ് കഴിക്കാൻ ഞങ്ങൾ പോയി ഗൈസ്. ഞങ്ങൾ ഫുഡെല്ലാം കഴിച്ച് വീണ്ടും എനർജി ആയിട്ട് പരിപാടി നിന്നില്ല. എനർജി ബൂസ്റ്റായപ്പോൾ വീണ്ടും വൈബ് അടിക്കാൻ തുടങ്ങി ഗൈസ്. ബ്രൈഡൊക്കെ ഫോട്ടോഷൂട്ടിന് പോയ സമയം നോക്കി ഞങ്ങൾ കസിൻസും ഞങ്ങളുടെ മാമന്മാരും ഞങ്ങളെല്ലാവരും കൂടി ചേർന്ന് അവിടെ സ്റ്റേജ് ഇളക്കി മറിച്ച് ഡാൻസ് കളിച്ച് തിമിർത്തിരിക്കുവാണ്. ലൈക്ക് അവിടെ ആ കൂടെ ഞങ്ങൾ കുറച്ച് വൈബ് അടിക്കുന്ന ടീംസ് മാത്രമേ ഉള്ളൂ. ഞങ്ങൾ ഫാമിലിയിൽ വൈബുള്ളവർ മാത്രം അവിടെ നിന്ന് അടിപൊളിയായിട്ട് കുറച്ച് പേര് സ്റ്റേജിൽ നിന്ന് തുള്ളുന്നു, വേറെ കുറച്ച് പേര് നിലത്ത് നിന്ന് തുള്ളുന്നു, വേറെ കുറച്ച് പേര് ഹെൽമെറ്റ് ഇട്ട് തുള്ളുന്നതൊക്കെ നിങ്ങൾക്ക് ആ വീഡിയോ ശ്രദ്ധിച്ചാൽ കാണാൻ പറ്റും. അത്രയും വൈബായി. ഞങ്ങൾ നല്ല സെറ്റായിട്ട് എന്താ പറയുക, ഭയങ്കര ഒരു ഹാപ്പി ഡേ ആയിരുന്നു ആ ദിവസം. ഞങ്ങൾ അത്രയും ഡാൻസ് കളിച്ച് അടിച്ചു പൊളിച്ചു. സ്റ്റേജൊക്കെ പൊട്ടിപ്പോകുമെന്ന് വിചാരിച്ചു. കാരണം ഞങ്ങൾ കളിക്കുന്ന എനർജിയിൽ ഈ സ്റ്റേജ് കിടന്ന് കടാന്ന് പറഞ്ഞ് കൊല്ലുന്ന ഒച്ച വരെ ഞങ്ങളെല്ലാവരും കേട്ടു. അപ്പോൾ എന്തായാലും ഞങ്ങൾ ദിവസം പൊളിച്ചടിക്കുക ഗൈസ്. നമ്മുടെ ഒരാൾ മിസ്സിംഗ് ആണ്. പുള്ളിക്കാരി ഇവിടെ ഇരിക്കുകയാണ്. പൊന്നോ, സോ നമ്മുടെ വീഡിയോ ഇവിടെ അവസാനിക്കാറായല്ലേ. അപ്പോൾ എന്താണ്, നമ്മള് എൻഗേജ്മെന്റ് ഒക്കെ അടിപൊളിയായിട്ട് കഴിഞ്ഞു. ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചു. ഇപ്പൊ ഇവിടെ കിടന്ന് തുള്ളിക്കൊണ്ടിരിക്കുകയാണ്, അർമാദിക്കുകയാണ്. അപ്പൊ നമ്മുടെ പരിപാടി എല്ലാം കഴിഞ്ഞു. സോ ഇത് ഔട്ട്ഡോർ എടുക്കണോ അതെയോ നമ്മൾ നമ്മളെ ഇത് തീർന്നിട്ടുള്ള
അപ്പൊ ഗൈസ് അപ്പോൾ ഇത്രേ ഉള്ളൂ നമ്മുടെ വീഡിയോ. നമ്മളെല്ലാം അവസാനിപ്പിച്ച് പോകുന്നു. സോ ബൈ.